നമ്മുടെ നാട്ടിൽ വിചിത്രമായ ഒരു ആചാരമുണ്ട്. ഒരു 37-38 ആഴ്ചയാകുമ്പം കൊച്ചു വെളി വന്നിരിക്കണം. വന്നിട്ടില്ലെങ്കിലോ അമ്മമാരും അമ്മായിമാരും ആൻറ്റിമാരും എല്ലാം ആശുപത്രി കയറി ഇറങ്ങും, ഡോക്ടർമാരുടെ തല തിന്നും. ഡോക്ടറെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണോ, കൊച്ചിന് വല്ലതും ആയിപ്പോകത്തില്ലേ, ഈ ചോദ്യങ്ങളുടെ ഒരു പ്രകടനമായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, പല ഡോക്ടർമാരും ഫോൾ ടു ദ ട്രാപ്പ്. എന്തിനാണ് നമ്മൾ കോംപ്ലിക്കേഷൻ എടുക്കുന്നത്? അവർ ഫോഴ്സ്ഫുള്ളായിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പോകും. അനാവശ്യമായിട്ട് നമ്മൾ ടെർമിനേഷൻ സ്പീഡപ്പ് ചെയ്യുമ്പം അനാവശ്യമായിട്ട് സിസേറിയൻ്റെ റേറ്റ് കൂട്ടും. ഈ ആൾക്കാരുടെ പലരുടെയും റിലേറ്റീവ്സ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കാണും. അവർക്ക് 40-42 ആഴ്ച വരെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യിച്ച് ഡെലിവറി ചെയ്യിപ്പിക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അവിടെ ഈ ഒരു ആൻറ്റിമാർക്കും ഒരു അമ്മമാർക്കും പോയി സംസാരിക്കാനുള്ള അവസരമുണ്ടോ? ഇല്ല. അവിടെ സയൻസ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവും. സ്വാഭാവിക ഗർഭധാരണം, സ്വാഭാവികമായിട്ടുള്ള ഡെലിവറി എന്നുള്ള സാധനം വളരെ കോമൺ ആയിട്ട് നടക്കും. 37 ആഴ്ചയാകുമ്പോൾ തന്നെ കൊച്ചു വെളി വരണമെന്നുള്ളൊരു കൺസെപ്റ്റ് തെറ്റാണ്. പിന്നെ ചില മെഡിക്കൽ ഇൻഡിക്കേഷൻസ്, ഇപ്പോൾ നമുക്ക് BP ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്, കൊച്ചിൻ്റെ വളർച്ച മോശമാണ്, അല്ലെങ്കിൽ മുമ്പ് ഒരു സിസേറിയൻ ചെയ്ത കുട്ടിയാണ്, ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് മെഡിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിനൊന്നും ബാധകമല്ല. അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഗർഭമാണെങ്കിൽ 40 ആഴ്ചയൊക്കെ വരെ നമുക്ക് ഈസി ആയിട്ട് പോകാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുട്ടി വയറ്റിനുള്ളിൽ സുഖമായിട്ടാണോ കിടക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള അനേകം ടെസ്റ്റുകളുണ്ട്. അതൊക്കെ വളരെ ഫ്രീലി അവൈലബിൾ ഈവൻ ടു റിമോട്ട് ഏരിയാസ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പാനിക് ആവാതിരിക്കുക, ഡോക്ടർമാരെ പാനിക് ആക്കിപ്പിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നല്ല ശതമാനം സിസേറിയൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടുള്ള പ്രസവം നടക്കുകയും ചെയ്യും.